സ്വാഗതം. 2025 മെയ് മാസം ക്ഷേമ പെൻഷൻ 3200 രൂപ കിട്ടുന്നതാണ്. ഒരു ഗഡു കുടിശ്ശിക കൂടെ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചു. സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 3 ഗഡുക്കളാണ് കുടിശ്ശികയായി ഉള്ളത്. അതിൽ ഒരു ഗഡു മെയ് മാസത്തിൽ അനുവദിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം മെയ് മാസത്തെ ക്ഷേമ പെൻഷനും നൽകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 2 തവണ ഗുണഭോക്താക്കൾക്ക് 2 ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. ഓരോ ഗുണഭോക്താവിനും അതായത് മെയ് മാസത്തിൽ 3200 രൂപയാണ് ലഭിക്കുക. അടുത്ത മാസം പകുതിക്ക് ശേഷം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനായി 1800 കോടി രൂപ ചെലവാകുന്നതാണ്. കുടിശ്ശികയായ ക്ഷേമ പെൻഷനുകളിലെ ഒരു ഗഡുവാണ് മെയ് മാസത്തിൽ വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അവശേഷിക്കുന്ന 2 ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. 5 ഗഡുക്കളാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തിരുന്നു. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലിലെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നിട്ടുണ്ട്. കുടിശ്ശിക പെൻഷൻ അനുവദിക്കുന്ന മാസത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കേണ്ടതും വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ താൻ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറുടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ കുറയാതെയുള്ള റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യപത്രം കുടിശ്ശിക ലഭിക്കുന്നതിന് ഹാജരാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ കുടിശ്ശിക തുകയ്ക്ക് അനന്തരാവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതാതു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി പണമായും വിതരണം നടത്തുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു പ്രധാന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് 1 രൂപ പോലും നൽകേണ്ടതില്ല. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി 1 രൂപ പോലും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല. അതായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ 1 രൂപ പോലും നൽകേണ്ടതില്ല. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും അതായത് ഓരോ പെൻഷൻ വാങ്ങുന്നവർക്കും 30 രൂപ ഇൻസെൻറ്റീവ് സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ 1 രൂപ പോലും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.